ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ സാഗോ ഷേക്ക് ആണ്. തണ്ണിമത്തനും പാലും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഡ്രിങ്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് തണ്ണിമത്തൻ തന്നെയാണ്. നല്ലതായിട്ട് തണുപ്പിച്ച വാട്ടർമെലൺ ഞാനിവിടെ 2 കപ്പോളം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനിയൊരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ റൂഹഫ്സ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ലിറ്റർ നല്ലതായിട്ട് തണുപ്പിച്ച പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അരിഞ്ഞു വെച്ച് ആ തണ്ണിമത്തനും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്ജ സീഡ് സോക്കാവുന്ന ആ സമയം കൊണ്ട് നമുക്കിനി ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ചധികം വെള്ളം വെച്ച് നല്ലതായിട്ട് തിള വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് സാഗോ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലതായിട്ട് വെന്ത ഈ ചവ്വരി നമുക്കിനി സ്ട്രെയിനറിലൂടെ കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഈ അരിച്ചെടുത്ത ചവ്വരിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ സോക്ക് ചെയ്ത സബ്ജ സീഡും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഞാനിവിടെ നല്ലതായിട്ട് തണുപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. റൂഹഫ്സയിൽ മധുരം ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാനിതിൽ മധുരം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. റൂഹഫ്സ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതൊന്ന് വാങ്ങിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് അറിയിക്കുക. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.